അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചത് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകമിനെ കുറിച്ചാണ്. അത് കാര്യം യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ സാധ്യമാണോ? നമ്മള് യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. ഇപ്പോ പബ്ലിക് റോഡ് ഉണ്ടാകുന്നത് എല്ലാവരും അതിനകത്ത് നടക്കുന്നവരെല്ലാവരും അതിന് വില കൊടുത്ത് ഇന്ത്യൻ ടാക്സ് അടച്ചിട്ടല്ലല്ലോ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാകുന്നത് അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വിതരണം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ നോക്കിയാൽ മതി. ജീവിത നിലവാരം ഉയരുക എന്ന് പറയുന്നത് റേഷൻ കടയിലൂടെ ഭക്ഷണം വാങ്ങാൻ കഴിവില്ലാത്തവർക്കെല്ലാം കൊടുക്കുന്നിടത്ത് വരെ നമ്മളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരാള്, ഞാൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടി അവർക്ക് എല്ലാ സൗകര്യങ്ങളോടും അനുഭവിച്ചിട്ടാണ് അവരെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടല്ല അത് അനുഭവിക്കുന്നത്. അവരവിടുന്ന് ആരംഭിക്കുകയല്ലേ. അപ്പോൾ പക്ഷെ ഇപ്പൊ ജനിക്കുന്ന അതിനകത്തിപ്പോ ഇപ്പൊ അവരെ ജനിക്കുന്ന നമുക്ക് രണ്ടുപേരും അല്ല, അല്ല അവരെ നമ്മൾ വളർത്തുന്ന രണ്ടുപേരും ഈ ഫോൺ ഉപയോഗിക്കുന്നത് ആ വിഷയം മനസ്സിലാകാൻ വെറുതെ കൂടുതൽ ചോദിക്കുന്നതുകൊണ്ടല്ല. ഈ നമ്മൾ രണ്ടുപേരും ഈ ഫോൺ ഉപയോഗിക്കുന്നവരായി മാറുന്നത് നമ്മൾ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടല്ല. വളരെ ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ നോമിനലായ ഒരു ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ഈ ഇന്റർനെറ്റ് മുഴുവൻ ഉപയോഗിക്കുന്നത്. ആ ഫീസ് അടയ്ക്കുന്ന കാര്യം കൂടെ അത് ഫ്രീ. ഇപ്പൊ വൈഫൈ എല്ലാ വലിയ എയർപോർട്ടുകളിലെല്ലാം ഫ്രീ ആക്കിയില്ലേ. ഇന്റർനെറ്റ് ഫ്രീ ആക്കിയാൻ യഥാർത്ഥത്തിൽ കഴിയും. അത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു നാട്ടിലെ ജനിക്കുന്ന ഒരാൾക്ക് ഒരു ധനവാനായ ഒരാളുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടിയെ പോലെ തന്നെ ഒരു സിസ്റ്റത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും. അത്രയായി പറയുന്നു. അതിന് അവര് ജനിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ യൂണിവേഴ്സൽ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെറിയൊരു തുക കൊടുക്കുന്നില്ലേ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയില്ലേ. ആ പെൻഷൻ കൊടുക്കുന്നത് ഇതേ കാരണം കൊണ്ടാണ്. അവര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് ജനിച്ച് ജീവിച്ച ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഒരാൾ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന വരുമാനത്തിന്റെ യുക്തികളിലല്ലാതെ അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇല്ല, അപ്പൊ അങ്ങനെ ഇത്രയാ ചോദിക്കുമ്പോൾ മനസ്സിലാക്കണ്ട. ഒരു സമൂഹം പ്രൊഡക്റ്റീവ് അല്ലാതാവൂ എന്ന് പറയുന്ന വാദത്തോട് എങ്ങനെയാണ്? അതൊക്കെ ഈ പ്രൊഡക്റ്റീവ് ആണ് അല്ലയോ എന്നൊക്കെ ഉള്ളത് മേല് കീഴുള്ള ഒരു സമൂഹത്തിനകത്തിരുന്ന ആളുകൾ പറയുന്ന വരികളാണ്. അത് കവിത എഴുതുന്നത് പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ള ചോദ്യം പോലെയാണ്. ആളുകളെ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ആളുകളെ ഉപയോഗിച്ച് അതിന്റെ സർപ്ലസ് ഉപയോഗിക്കുന്ന സമൂഹം നിലനിർത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ കൊണ്ടുള്ള ചോദ്യമാണ് തന്റെ ആ ചോദ്യം. ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് അവകാശമുള്ളവരായിട്ട് മാറും ജനാധിപത്യ സമൂഹത്തിനകത്തെ വ്യക്തികൾ. അതിനുള്ള സാധ്യത ഇന്ന് ധനം കൊണ്ടും എല്ലാം സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിയുന്ന കാര്യം കൊടുക്കാതിരിക്കുന്ന എന്നുള്ളതാണ്. ഇപ്പൊ ധനമുള്ള ഒരാള് 10 കാറ് മേടിക്കും. അയാൾ യഥാർത്ഥത്തിൽ ഒരു കാറേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. 10 തവണയും 10 വ്യത്യസ്തമായ കാർ ഉപയോഗിച്ചാലും ഒരു സമയത്ത് ഒരു കാറേ ഉപയോഗിക്കും. ബാക്കി മുഴുവൻ സമയവും ആ 9 കാറ് അവിടെ വെറുതെ കിടക്കും. ഇതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റം വരാതെ ഇപ്പൊ നമ്മള് ഊബർ വിളിക്കുമ്പോൾ എങ്ങനെയാണ് ഏത് തരത്തിലെ കാറാണ് നമുക്ക് വേണ്ടത് എന്ന് ആവശ്യപ്പെടാൻ പറ്റും. നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ വിളിക്കാം. വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് ചെറിയ കാറ് മേടിക്കാം. അതിനേക്കാളും വലിയ സെഡാൻ എന്ന് പറഞ്ഞ കാറ് ഉണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 7 സീറ്റർ ആയിട്ടുള്ള കാറ്, ഇതെല്ലാം കിട്ടും. ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരാൾക്ക് ഉപയോഗിക്കാനൊക്കുന്ന സംവിധാനം ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ടാണ് കുറച്ചു പേരുടെ കയ്യിൽ ഈ സകല സൗകര്യവും പോയി നിൽക്കുന്നത്.
എന്നിട്ട് അത് തിരിച്ച് ഈ ഉണ്ടാകുന്ന മനുഷ്യരെല്ലാവരും കൂടെ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്വത്താണ് 1% ആൾക്കാരുടെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇന്ന് ഇല്ലാതിരിക്കുന്നത്. അവർക്കത് വാങ്ങുക എന്ന് പറയുന്ന യുക്തിക്കകത്ത് നിൽക്കുന്നു. ആ സിസ്റ്റം വേണ്ട ആവശ്യമേ ഇല്ലെന്നാ ഞാനീ പറയുന്നത്. നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ ചോദി- ഈ ഞാൻ ചോദിക്കട്ടെ. കാലഘട്ടത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് എനിക്ക് ഇയാൾ ചോദിക്കുന്നത്, ഞാനിത് പറഞ്ഞു തീരട്ടെ. ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ഇന്റർനെറ്റ് അയാൾ ആവശ്യപ്പെടാതെ അവിടെ ഉണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് ഇന്റർനെറ്റ് ഇല്ല. ഇങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന നിലവാരത്തിൽ സൗകര്യങ്ങൾ ലോകത്തെത്തുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റും വെള്ളം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തെടുത്താണ് നമ്മൾ ജനിക്കുന്നത്. ഇതേപോലാണ് നമ്മൾ ഈ പറയുന്ന വരുമാന മാർഗങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിഗതമായ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ആർക്കും ലഭ്യമാകുന്നിടത്തേക്ക് മാറും. നമ്മൾ ലക്ഷർ ഉള്ളവരായിട്ട് മാറും ധനം വരുമ്പോഴും. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വികാസം വരുമ്പോഴും നമുക്കത് എല്ലാവരുടെയും ലക്ഷറായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനത്തെ ഒരു ഉദ്ദേശ ഉന്നവും ഇല്ലാതെ പഴയ കാലത്തെ സിസ്റ്റം വീണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യം നിൽക്കുന്നത്. ജനിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ധനമുള്ള ഒരാളുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എങ്ങനെയാണോ കിട്ടുന്നത്, അതേപോലെ എല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ കഴിയുന്ന അത്രയും ധനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ലോകത്ത്. അതിന്ന് ആൾക്കാർക്ക് ലഭ്യമല്ലാതിരിക്കുന്നത് പഴയകാല സിസ്റ്റത്തിന്റെ തുടർച്ച നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. പറയാം. ഇപ്പം അങ്ങനെ ചോദിക്കുമ്പോ ഈ പണം എന്ന് പറയുന്ന സാധനത്തിന് അപ്രസക്തി ഇല്ലാതാവും. ആവശ്യമില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടി പണം കൊടുത്തിട്ടല്ലല്ലോ അച്ഛന്റെ അമ്മയുടെ നിന്ന് വാങ്ങുന്നത്. ഭക്ഷണത്തിന് പണം കൊടുക്കുന്നുണ്ടോ? പക്ഷെ അത് പരിചരണത്തിന് പണം കൊടുക്കുന്നുണ്ടോ? അത് വളർത്തുന്ന ഒരു സ്റ്റേജ് അല്ലേ അത്? മീൻസ് ഭാവിയിൽ അത് തന്നെ, ആ വളർത്തുന്നവർക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് ഇയാൾ പറയണ്ടേ? എന്തിനാ കൊടുക്കുന്നത്? ഭാവിയില് തിരിച്ച് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പൊ അവര് തിരിച്ചു കിട്ടുമെന്നുള്ളതല്ല, ജീവന്റെ തുടർച്ച മാത്രമാണ്. സൗകര്യങ്ങള് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത് കുറച്ചു പേർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള സിദ്ധാന്തം ഉണ്ടാക്കിയാണ് അത് നിയന്ത്രിതമായി കൊട്ടാരത്തിൽ രാജാവ് ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കുടിൽ കഴിയുന്നവരായി മാറിയത്. അതുകൊണ്ടാണ് രാജാവിന് ഈ ഉണ്ടാകുന്ന സ്വത്ത് സ്വർണ്ണക്കസേര ഉണ്ടാക്കാനും അനാവശ്യമായി ഒരാൾ താമസിക്കുന്ന വീട്ടിനകത്ത് 1000 മുറിയുള്ള വീടുണ്ടാക്കാനും ഒക്കെ അയാൾ ശ്രമിച്ചത് ഇതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇന്ന് ജനാധിപത്യ സംസ്കാരം ഉണ്ടായപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വീടുള്ളവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിയത് കൊണ്ട് മാത്രമല്ല. ഇത്ര അറിയണം. ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറോടെ നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു നഗരം ഉണ്ടാക്കുന്നു. അവിടെ 1,00,000 പേർക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 1,00,000 പേരും മനുഷ്യരായാൽ മാത്രം മതി. ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോഴും ഈ നമ്മൾ ജോലി എടുക്കാതെ ഇത് ജോലിയല്ല, ജോലി എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കും. ഒരു കുരങ്ങോ മരത്തെ കയറുന്നത് അതിന്റെ ജോലിയല്ല. ജോലി വേറെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ സ്വന്തം അധ്വാനം മറ്റുള്ളവർക്ക് വിലയ്ക്ക് വിൽക്കുന്നതിനെയാണ് ജോലി എന്ന് പറയുന്നത്. അധ്വാനിച്ചാൽ മതി. സ്വാഭാവികമായി ഒരു ജീവി അധ്വാനിക്കും. മാനിനെ പിടിക്കുന്നത് കടുവയുടെ തൊഴിലല്ല, ജീവിതത്തിന് ആവശ്യമായ അധ്വാനം. ആവശ്യമുള്ള അധ്വാനം ഒരു ജീവിയാണെങ്കിൽ സ്വാഭാവികമായി ചെയ്യുന്നതുകൊണ്ടാണ് അത് ലഭിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ധാരാളം അധ്വാനിക്കാതെ പറ്റില്ല. അത് തൊഴിലായിട്ട് വിൽക്കുമ്പോഴാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ആ സിസ്റ്റം ഉണ്ടാക്കിയത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാണ്. അത് ഇനി ആവശ്യമില്ലെന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. അല്ല, എന്നാലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടി ചേർന്നിരുന്നാണോ ഒരു സമൂഹം? എല്ലാരും കൂടെ ചേർന്നിട്ടല്ല പബ്ലിക് റോഡ് ഉണ്ടായത്. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂട്ടായിട്ട് ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് റോഡ് വെട്ടുമ്പോൾ ആരെങ്കിലും ജോലിക്കാരല്ല.
അല്ല അപ്പൊ ഒരു സെൽഫ് ഇതേ ഇനിഷ്യേറ്റീവ്, സാധനം തന്നെ ചെയ്യാൻ പറ്റും. അല്ല സെൽഫ് ഇനിഷ്യേറ്റീവ് അതാ എന്നൊക്കെ പറഞ്ഞ ആ അവർക്ക് എല്ലാവർക്കും കൂടെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മതിൽ കെട്ടാം എന്ന് എല്ലാവരുടെ തീരുമാനിക്കുന്ന യുക്തിയാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും, പലതരത്തിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ജോലിക്കാരാകണ്ട, അതിനൊരു കോൺട്രാക്ടറെ വിളിച്ച് മതിൽ കെട്ടിക്കുന്ന യുക്തിക്കകത്ത് പോയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ജോലിക്കാരായത്. അല്ലെ, കൂട്ടായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇതല്ല. അത് മറ്റുള്ളവരെ ഉപയോഗിച്ച് കുറച്ചു പേർക്ക് കൂടുതൽ സൗകര്യത്തിൽ ജീവിക്കാമെന്ന് പറയുന്ന പഴയകാല അവന്റെ സിസ്റ്റം ഉണ്ടാക്കിയത് വഴിയാണ്, ഹെറാർക്കിക്കലായിട്ടുള്ള ശ്രേണീബദ്ധമായ സിസ്റ്റം ഉണ്ടാക്കിയപ്പോഴാണ് ജോലിക്കാരുണ്ടായത്. അതുവരെ ആരും ജോലിക്കാരല്ല, എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവർ. ആ അധ്വാനിച്ച് ജീവിക്കുന്നിടത്തേക്ക് വീണ്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഇന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് കഴിയും. ധാരാളം സ്വത്തുണ്ട്. ആ സ്വത്ത് ആളുകൾ ഉപയോഗശൂന്യമായി അവരവരുടെ എന്നുവെച്ചാല് ധനമൊക്കെ ഇങ്ങനെ കട്ടിലിന്റെ കീഴിലൊക്കെ വെച്ച് സ്വർണത്തിലൊക്കെ ആക്കി അതിന്റെ മണ്ടേ കിടക്കുന്നവരെ ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. എന്തിനാണിത്, എന്തിനാ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാതായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ സ്വത്ത് കേന്ദ്രീകരിക്കപ്പെടാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രയോജനപ്രദമാക്കി മാറ്റുന്ന നിലവാരത്തിൽ സിസ്റ്റംസ് ഉണ്ടാക്കാൻ ഇന്ന് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ തൊഴിലെടുക്കുകയല്ല, ജീവിക്കാൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതിനെയാണ് അധ്വാനം എന്ന് പറയുന്നത്. അധ്വാനം വേറൊരാൾക്ക് വിൽക്കുമ്പോഴാണ് അത് ജോലിയും തൊഴിലുമാകുന്നത്. ആ സിസ്റ്റം ഇനി നമുക്ക് ആവശ്യമില്ലാത്ത അത്രത്തോളം സ്വത്തും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. സിസ്റ്റം അഴിച്ചു പണിഞ്ഞാൽ മാത്രം മതി. അതാ പറയുന്നത്.